അത് 100 കണക്കിൽ മുസ്ലിങ്ങളെ കൊന്ന് അതിന്റെ മേലെ ഒരു കോളിഫ്ലവർ നട്ട്, അതായത് ഈ ഒരു കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രീതിയിൽ ഒരു പാടത്ത് കൊന്നിട്ട മുസ്ലിങ്ങളുടെ മേലെ കൂടെ മണ്ണ് വാരിയിട്ട് അതിന്റെ മുകളിൽ കോളിഫ്ലവർ കൃഷി തുടങ്ങി. കാര്യങ്ങൾ ഒട്ടും കേൾക്കാൻ സുഖമില്ലാത്തതാണ് കേട്ടോ. ഒരു കോമഡിയും ഇതിൽ പറയാനുമില്ല. याद करो 92 में हमारे पूर्वज गए थे अयोध्या, उसके बाद हमें राम मंदिर मिला है. ധീരേന്ദ്ര ശാസ്ത്രികളുടെ ഹിന്ദു സനാതന ഐക്യവേദി എന്നും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. സനാതനികൾ എന്ന് അവകാശപ്പെടുന്ന കുറെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ ശില്പ ഷെട്ടി, ശിഖർ ധവാൻ, അതുപോലെ തന്നെ എക്താ കപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസറുമായിരുന്നു. ഇവരുടെ കാര്യമായിട്ടുള്ള ആഹ്വാനങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് 1992 ബാബരി മസ്ജിദ് നമ്മൾ എങ്ങനെ പിടിച്ചടക്കിയോ, കർസേവ നടത്തിയിട്ട് എങ്ങനെയാണോ നമ്മൾ പിടിച്ചടക്കിയത്, അതുപോലെ അടുത്ത ഒരു ആഹ്വാനമാണ് മധുര ക്ഷേത്രം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അതായിരുന്നു ആ പരിപാടിയുടെ ഏക അജണ്ട എന്ന് പറയുന്നത്. कौन कौन चाहता है मथुरा की तरफ चलना चाहिए? इस बार नहीं, लेकिन वो दिन दूर भी नहीं जब हम या वृंदावन से या कहीं से भी जब 1 और 1 11 हो जाते हैं ना, तो याद रखे सनातन की विजय को कोई नहीं रोक सकता. वो विजय होगी होगी होगी. हमें कृष्ण जन्मभूमि का मंदिर मिलेगा. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇനി ഒരിക്കലും നമ്മുടെ രാജ്യം പഴയതുപോലെ ആവില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നെങ്കിൽ അത് വെറുതെയാണ്. നമ്മുടെ രാജ്യം പണ്ടത്തേക്കാൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഇരുന്ന് ഈ പാവം സംഘികൾ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. പക്ഷേ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സൗത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ സംഘികളുടെ ഉള്ളിലിരിപ്പ് നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല. ഏത് നേരം മുമ്പ് കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിക്കും ശില്പ ഷെട്ടിനെ പോലത്തെ ഒരാൾ എന്തിനാ പരിപാടിയിൽ അല്ലേ, 60 കോടിയുടെ ഒരു ഫ്ലാറ്റ് തട്ടിപ്പ്, കൂട്ടത്തിൽ ഹസ്ബൻഡ് പോൺ വീഡിയോ, അതായത് സെക്ഷൽ അല്ലെങ്കിൽ ലൈംഗിക വീഡിയോ ചെയ്ത പേരിൽ ജയിലിൽ കിടക്കുന്ന ഹസ്ബൻഡ്. ആ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ സനാതന ധർമ്മം കാത്തു സൂക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് മുമ്പിൽ വന്ന ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ. അടുത്തത് ശിഖർ ധവാനായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശിഖർ ധവാനെതിരെ 5 കോടിയുടെ ഒരു EDയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിഖർ ധവാൻ മുടി മൊട്ടയടിച്ച് അതല്ലെങ്കിൽ ഇതുപോലെ വന്ന് സനാതന ധർമ്മം കയ്യിൽ ഏന്തി നടക്കുന്ന ഒരാളായിട്ട് നമ്മൾ കണ്ടത്. जाति पाति ऊंच नीच को हटाना मिटाना इधर से हमारे देश और हिंदुत्व का और बढ़ाना है, तो बहुत खुशी है. और हाँ जी, बिल्कुल एकता में बहुत ताकत है और यही है कि हम सारे हिंदू जो है, हिंदू लोग हैं सारे, वो इकट्ठे हुए और खूब और स्ट्रॉन्ग बने. और एक പിന്നെ അടുത്തത് ജയ ശ്രീരാം വിളിച്ചു വന്നത് എക്താ കപൂർ ആയിരുന്നു. जय सिया राम. 30 साल पहले जब हमने बालाजी टेलीफिल्म्स कंपनी को शुरू किया और सीरियल में नाम तुलसी, पार्वती जैसे नाम से अपने किरदारों को रखा, तो लोगों ने कहा कि ये क्या हो रहा है, टीवी पे ऐसे नाम क्यों? तो मैंने लोगों को कहा वक्त आ गया है हमारे धर्म को हमारे कर्म से जोड़ने का. ഗണ്ടി ബാത്ത്, ട്രിപ്ലക്സ് സെൻസേഡ് പ്രോഗ്രാം, അതുപോലെ തന്നെ രാഗിണി, MMS2 പോലത്തെ അശ്ലീല വീഡിയോസ് അല്ലെങ്കിൽ സെക്ഷൽ വീഡിയോസ് എടുത്തിട്ട് പേര് കേട്ട എക്താ കപൂറിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡക്ഷനിലുള്ള ഫിലിംസ് ആണ്. അത് മാത്രമല്ല പോക്സോ കേസുകളടക്കമുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണറാണ് ഈ വന്നിട്ട് സനാതന ധർമ്മം കയ്യിൽ ഏന്തി പിടിച്ച് ജയശ്രീരാം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുണ്ടല്ലോ ഏത് രീതിയിലാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും എന്നുള്ളത്. ഈ സംഘികൾ നമ്മളെ നാട്ടിൽ കാണുന്ന കമന്റിൽ വന്നിട്ട് വലിയ വലിയ വീരവാദങ്ങൾ പറയുന്നതും അതല്ലെങ്കിൽ ശാഖയിലിരുന്ന് വല്ല കുണ്ടൻ പരിപാടികൾ ചെയ്യുന്ന സംഘികൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതല്ലാത്ത ഉള്ളിൽ ഒരു വലിയ കറയുള്ള സംഘികൾ അല്ലെങ്കിൽ കര പുരണ്ട സംഘികളുടെ വീഡിയോസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലോട്ടും പ്രതിഫലിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇവർ കിടന്ന് വെകിളി പൂണ്ട് നടക്കുന്നതും. അത് ഏതൊരു സംഘികൾ ഭരിക്കുന്നത്, അത് UP എടുത്തോ, നിങ്ങൾ ഹരിയാന എടുത്തോ, നിങ്ങൾ അസം എടുത്തോ, നിങ്ങൾ ഏത് സ്ഥലങ്ങളെടുത്തോ, അവിടുത്തെ സ്ഥിതിഗതികൾ എത്രത്തോളം വൾഗറാന്നുള്ളത് അവിടെയൊക്കെ സഞ്ചരിച്ച ആളുകൾക്കറിയാം, എനിക്കറിയാം. അതുപോലെ അവിടെയൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് സുഖത്തിൽ കഴിയുന്ന ഒരു സനാതന ഹിന്ദുവിനും അതറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന എല്ലാ സംഘികൾക്കും അറിയാം. അത് തന്നെ ഇവിടെ കൊണ്ടുവരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ്. നമ്മൾ വിചാരിച്ചില്ല ഈ അസാമിലെ ഈ മന്ത്രിയുടെ പേരാണ് NDAയുടെ മന്ത്രിയാണ്.
മന്ത്രിയുടെ പേര് അശോക് സിൻഹാൾ എന്നാണ്. അതായത് അസാമിലെ ആരോഗ്യ മിനിസ്റ്ററാണ് കേട്ടോ, ഹെൽത്ത് മിനിസ്റ്ററാണ്. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ബീഹാറിലെ NDAയുടെ ജയത്തിന് ശേഷം ഇനി അവിടെ കോളിഫ്ലവറിൻ്റെ അല്ലെങ്കിൽ കോളിഫ്ലവർ ഫാമിങ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള വല്ല പദ്ധതികളും പറഞ്ഞു കൊടുത്തതായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ കേട്ടാൻ ഞെട്ടുന്ന ഒരു കാര്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബഗൽപൂരിൽ 1989 1989 മുസ്ലിം ഹിന്ദു ഒരു കലാപം നടന്നിരുന്നു, വർഗീയ കലാപം. ആ കലാപം നടന്ന സമയത്ത് ഏകദേശം 1000-ഓളം ആളുകളാണ് മരിച്ചത്. അത് മുസ്ലിങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് മരണപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ 5000 ആൾക്കാരാണ് അവിടെ നിന്ന് പലായനം ചെയ്തു പോയത്. അങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു കോളിഫ്ലവറിന്റെ ഒരു പാടം അങ്ങ് പെട്ടെന്ന് വരികയുണ്ടായിരുന്നത്. ആളുകളൊക്കെ വിചാരിച്ചു എന്താണ് പെട്ടെന്ന് ഒരു കോളിഫ്ലവറിന്റെ കൃഷി തുടങ്ങിയതെന്ന്. അതേ സമയത്ത് തന്നെ അവിടുത്തെ 100-ലേറെ മുസ്ലിങ്ങളെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ സംശയം കൊണ്ട് ഇവര് അവിടെ മറ്റുള്ള ആളുകളും അവിടുത്തെ ഗവൺമെന്റും ആളുകളെ തെരഞ്ഞു വന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. 100 കണക്കിൽ മുസ്ലിങ്ങളെ കൊന്ന് അതിൻ്റെ മേലെ ഒരു കോളിഫ്ലവർ നട്ട്, അതായത് ഈ ഒരു കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രീതിയിൽ ഒരു പാടത്ത് കൊന്നിട്ട മുസ്ലിങ്ങളുടെ മേലെ കൂടെ മണ്ണ് വാരിയിട്ട് അതിൻ്റെ മുകളിൽ കോളിഫ്ലവർ കൃഷി തുടങ്ങി. ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇതിൻ്റെ അടിയിലാണ് ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ മൃതദേഹം ഉള്ളതെന്ന്. അങ്ങനെ ആ കോളിഫ്ലവർ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഒരു മൃതദേഹങ്ങൾ തോണ്ടിയെടുത്ത സമയത്ത് 51ഓളം കുട്ടികളായിരുന്നു അതിൽ മരിച്ചു കിടന്നിരുന്നത്. ഇതായിരുന്നു ഈ പറഞ്ഞ കോളിഫ്ലവർ ഫാമിങ്ങിന് അസാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ബീഹാർ അപ്രൂവ്ഡ് ആണെന്നും പറഞ്ഞിട്ടുള്ള അസാം മന്ത്രിയുടെ ഒരു പോസ്റ്റ്. നമുക്ക് എത്ര സിമ്പിളായിട്ട് തോന്നിയ പോസ്റ്റിന്റെ ഉള്ളടക്കം എത്രത്തോളാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതായത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി നമുക്ക് അവിടെ ഒരു കോളിഫ്ലവർ ഫാമിംഗ് തുടങ്ങാം, അതായത് കൊന്നൊടുക്കിയ മുസ്ലിങ്ങളുടെ മേലെ മണ്ണിട്ട് അവിടെ കൃഷി തുടങ്ങാമെന്ന് ഇന്ത്യയിലെ ഒരു MLA അതുപോലെ തന്നെ ഒരു MP, അതും അസാമിലെ ഹെൽത്ത് മിനിസ്റ്ററുടെ വായിന്ന് വീണ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് അല്ലേ. നമ്മുടെ മലയാളികളും നമ്മുടെ നാട്ടിലെ സംഘികളും എല്ലാം നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാലുള്ള NDA BJP സംഘികളായിട്ടുള്ള പരമചെറ്റകളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞവന്മാർ പറഞ്ഞു പരത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് ഏതെങ്കിലുമൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാനിലും മറ്റ് സ്ഥലങ്ങളിലും തീവ്രവാദികൾ ഇവിടെ വന്ന് ബോംബിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ 1-2 ആളുകളെ വശീകരിച്ച് അവരെ കൂടെ കൂടി ഇവിടെ ബോംബിട്ട സമയത്ത് നമ്മുടെ ഈ നാട്ടിലെ ബാക്കി ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, രാജ്യസ്നേഹികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെ നമ്മളടക്കം നമ്മുടെ കുടുംബങ്ങളടക്കം ഈ നാട്ടിൽ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച് നമ്മളൊക്കെ നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഇന്ത്യയാണ്, നമ്മൾ എന്തും നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊക്കെ നടക്കുന്ന സമയത്തും ഈ സംഘികൾ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടുപ്പിച്ച് അല്ലെങ്കിൽ മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിലടുപ്പിച്ച് ഈ നാട്ടിൽ ഒരു വൃത്തികെട്ട അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതുപോലത്തെ മന്ത്രിമാർ, ഇതുപോലെ ആസാമിലെ ഇതുപോലത്തെ സിൻഹാളുമാർ എത്ര പേര് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ പല സംസ്ഥാനങ്ങൾ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവരുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? കൊന്നു തീർത്തിട്ട് ബീഹാറിലുള്ള മുസ്ലിങ്ങളെ നിങ്ങളത് കൊന്നു തീർത്തേക്ക്. സംഘികൾക്കുള്ള ആഹ്വാനമാണിത്. ഫൈനലി ബീഹാർ അപ്രൂവ്ഡ്. എന്താണ് അപ്രൂവ് ചെയ്തത്? ഗോബി ഫാമിംഗ്, കോളിഫ്ലവർ ഫാമിംഗ്. നിങ്ങൾ കൊന്നിട്ട് അതിൻ്റെ മേലെ കോളിഫ്ലവർ വെച്ചോ, ഞങ്ങളുണ്ട് സപ്പോർട്ട്, അല്ലെങ്കിൽ NDA സർക്കാരുണ്ട് സപ്പോർട്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയാല്ലേ അറിയില്ല. ഇതാണ് ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പറഞ്ഞ SIR മുക്കിയിട്ടും വോട്ട് കട്ടിട്ടും ഇപ്പറഞ്ഞ ആളുകൾ ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മതേതരം എന്ന് ഈ പറഞ്ഞ സംഘികൾ ഉള്ളിലൂടെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക്, ഇന്ത്യ മുന്നണി, കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇതിന് എതിർക്കുന്നത് എന്നുള്ള നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും കാണില്ല അല്ലേ? എന്താണ് പ്രധാനമന്ത്രി വിശ്വഗുരു ഭരിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല, വിശ്വഗുരു ഭരിച്ചാൽ നല്ലതല്ല എന്നുള്ളതിന് 100 കണക്കിൽ തെളിവുണ്ട്. അത് നിങ്ങളുടെ ഒന്ന് കൺമുമ്പിലൂടെ എത്താണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ഗോധി മീഡിയകളും നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന സംഘപരിവാണ പണിക്കന്മാരടക്കമുള്ള മലനാടനെ പോലത്തെ മലരന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ മലനാടൻ്റെ, ഈ പറഞ്ഞ നിഷ്പക്ഷ സംഘ പണിക്കരുടെ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള സകല വേട്ടാവളിയന്മാർ ഏതെങ്കിലും നായിൻ്റെ മക്കൾ ഇതുപോലത്തെ പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ ഈ കേരളത്തിൽ ഒരു മന്ത്രിയാണ് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കൂട്ടക്കൊല, ഒരു മുസ്ലിം കൂട്ടക്കൊലക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഇത്ര ലൈറ്റായിട്ട് ഒരു Xൽ പോസ്റ്റ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇതൊന്നും നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ട് അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെ മുമ്പിലോട്ട് എത്തിച്ചു തരാൻ ഈ പറഞ്ഞ ഒരു മലനാടന്മാരും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല.
അവർ കാണിക്കുന്നത് ഗോദി മീഡിയ പറഞ്ഞ പോലെ മോദി സ്തുതി പാടി ബയോളജിക്കൽ ദൈവം അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് തേങ്ങയാണ് അണ്ടിയാന്നും പറഞ്ഞ് നിങ്ങളൊക്കെ മുമ്പിലോട്ട് വെച്ച് തരും. അത് കണ്ട് മഞ്ഞ് കഞ്ഞളച്ച് നിങ്ങളിങ്ങനെ വാർത്ത കേട്ടിരിക്കും. യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ ആ ഒരു എന്താ പറയുക പരിപാടിയിൽ, ഹിന്ദു സനാതന ഐക്യവേദിയുടെ ഒരു പരിപാടിയിൽ ഒരാൾ ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾ കർസേവ നടത്തൂ. 1992 നടന്ന പോലെ ബാബരി മസ്ജിദ് പോലെ നിങ്ങൾ മധുരയിലോട്ട് പോകൂ, ആ മധുര പള്ളി പൊളിക്കൂ, അവിടെ ഒരു കലാപം ഉണ്ടാവട്ടെ, മുസ്ലിം ഹിന്ദു കലാപം ഉണ്ടാവട്ടെ, നമുക്ക് കൊന്നൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് കോളിഫ്ലവർ ഫാമിംഗ് നടത്താം. ഈ രീതിയിൽ ചിന്തിക്കുന്ന സംഖ്യകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലേ എന്താ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ? വളരെ സിമ്പിളായിട്ട് തോന്നും. ഓരോ സംസ്ഥാനങ്ങളും കള്ള വോട്ട് വെച്ചിട്ട് വോട്ട് ചോരി ചെയ്തിട്ട് ഇവർ പിടിച്ചെടുക്കുന്ന എന്തിനാന്ന് പറയും. അവിടെ ഇതുപോലത്തെ മന്ത്രിമാരെയും ഇതുപോലത്തെ ജനപ്രതിനിധികളെയും സ്ഥാപിച്ച് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ. അങ്ങനെ ഹിന്ദു രാഷ്ട്രമൊക്കെ ആയിക്കോട്ടെ, ഹിന്ദുക്കൾ 80% സ്ഥലം ഹിന്ദു രാഷ്ട്രം തന്നെ. പക്ഷെ അവിടെ ബാക്കിയുള്ള ആളുകളെ കൊന്നൊടുക്കി ഇവന്മാർ ആ ചോരയിൽ ഇവന്മാർ പുളകം കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോഴെങ്കിലും ഇതിനെതിരെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഇവർ കാണിച്ചിരുന്ന ഈ പത്മവ്യൂഹത്തിൽ, ഈ ഗോദി മീഡിയ പോലത്തെ നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയകൾ കാണിച്ചിരുന്ന പത്മവ്യൂഹത്തിൽ പെട്ടിട്ട് അതൊന്നുമല്ല, അതിന്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസ്ഥ മനസ്സിലാവും അതിനകത്തെ അവസ്ഥകൾ എന്താണെന്നുള്ളത്. വോട്ട് കക്കാൻ ഏത് രീതിയും അവർ തിരഞ്ഞെടുക്കും. കാശിന്റെ കാശ് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവർ പല രീതിയിലും കാശുണ്ടാക്കി വോട്ട് അവർ കട്ടെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ മറ്റു രീതിയിലുള്ള വോട്ട് കളവുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ബീഹാറിൽ നമ്മളെല്ലാവരും കണ്ടില്ല, ഒരു 1.5 കോടി ഏകദേശം 1,40,00,000 സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് അവർ അക്കൗണ്ടിലോട്ട് കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു സർക്കാർ ഖജനാവിൽ ഉണ്ടായിരുന്ന പൈസ എടുത്ത് കൊടുത്തിട്ട് അങ്ങ് വിതറിയതെന്ന്. അങ്ങനെയല്ല. ലോക ബാങ്കിൽ നിന്ന് ഏകദേശം 23,000 കോടി രൂപ ബീഹാർ സർക്കാർ ഒരു പദ്ധതി കാണിച്ച് എടുത്തു വെച്ച കാശെന്നാണ് 14,000 കോടി ഇതുപോലെ ഇവർക്ക് ഇട്ടുകൊടുത്തത്. ഈ 14,000 കോടി ഇവർക്ക് ഇട്ടുകൊടുത്തത് മാത്രമല്ല, ആ ബീഹാർ എന്ന സംസ്ഥാനം ഏകദേശം 4.5 ലക്ഷം കോടി രൂപയാണ് അതിന്റെ കടം. അതിലുള്ള ഒരു 23,000 കോടിയുടെ കഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിലെ 14,000 കോടിയാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഇവന്മാർ ഇട്ടുകൊടുത്തത്. ആരുടെ? ഇവരുടെ തന്നെ പൈസ. ഇവര് തന്നെ ഇതുപോലെ ടാക്സും ബാക്കി കാര്യങ്ങളും കൊടുത്ത് അടച്ചു തീർക്കേണ്ട പലിശ അടക്കമുള്ള പൈസയാണ് ഇവർക്ക് തന്നെ ഇട്ടുകൊടുത്തത്. ഇങ്ങനെ എവിടുന്നും ഏത് രീതിയിലും പൈസ വെച്ചിട്ടും അതല്ലെങ്കിൽ വോട്ട് കട്ടിട്ടും ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾ ഇവർ പിടിച്ചടക്കാൻ നോക്കും. SIR കാണിച്ചിട്ട് നമ്മൾ കണ്ടു. അതായത് SIR കാരണം 20,000-25,000 വോട്ടുകൾ കട്ട് ചെയ്ത ഓരോ മണ്ഡലത്തിലും RJD ജയിച്ചുകൊണ്ടിരുന്ന 20,000, 25,000-നും 30,000 വോട്ടിന് RJD ജയിച്ച സ്ഥലങ്ങളിൽ 30,000 വോട്ട് വരെ SIR വഴി കട്ട് ചെയ്തിട്ട് അവിടുത്തെ NDA സ്ഥാനാർത്ഥികൾ വെറും 1,000-2,000 വോട്ടിന് ജയിച്ചതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടു. അതിൻ്റെ വീഡിയോ പലരും ചെയ്തിട്ട് നമുക്ക് നാളെ ചെയ്യാം. ആ രീതിയിലാണ് ഈ രാജ്യത്ത് വോട്ട് കളവ് നടത്തുന്നത്. ഇങ്ങനെയാണ് ഇവർ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഇവർ സംസ്ഥാനത്ത് ഭരണത്തിലോട്ടെത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ മന്ത്രിമാരാണ് ആ സ്ഥലത്തുള്ളത്. നമ്മൾ നേരത്തെ കണ്ട പോലെ അസാം മന്ത്രിനെ പോലത്തെ ഇങ്ങനത്തെ മന്ത്രിമാരെ വെച്ചിട്ട് ഈ രാജ്യത്തിനെ പരസ്പരം അടുപ്പിച്ച് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓൾറെഡി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ വിദേശ രാജ്യങ്ങളുടെ ഡിപ്ലോമസി നമ്മൾ കംപ്ലീറ്റ്ലി കളഞ്ഞു കുടിച്ചു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. സംഖ്യകൾ വന്ന് കമൻറ്റ് കുരയ്ക്കണം. സംഖ്യകളെ നിങ്ങളതിൻ്റെ താഴത്ത് വന്നിട്ട് ഇതൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് കുരച്ച് തുപ്പ്. നിങ്ങളൊക്കെ ചാണകം തുപ്പി ചത്ത് പോട്ടെ എന്ന് പറയാം.